മേലുള്ള അധികാരാവകാശങ്ങൾ, നിയന്ത്രണാധികാരങ്ങൾ എന്നുകൊണ്ട് അവന് ഹാക്കിമാണ്. ഹാക്കിമിയത്തും അള്ളാഹുവിന് മാത്രമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖാലിഖാണെങ്കിൽ നാം അതിലേറെ മനസ്സിലാക്കേണ്ടത് നമ്മൾ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ്. ഞാൻ സ്വയംഭൂവല്ല, സ്വയം സൃഷ്ടിയല്ല. എനിക്കൊരു ഖാലിഖുണ്ട് എങ്കിൽ ഞാൻ അവന്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന ബോധമാണ് പരമപ്രധാനം. ഞാൻ അവന്റെ മർസൂഖാണ്, അവനാൽ ജീവിത വിഭവങ്ങളെല്ലാം നൽകപ്പെടുന്നവനാണ് എന്ന വസ്തുതയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതിലുപരി അവൻ മാലിക്കാണ് എന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുതയാണ് ഞാൻ അവന്റെ മംലൂക്കാണ്, അവന്റെ അടിമയാണ്, അവന്റെ വിധി വിലക്കുകൾക്ക് ഞാൻ വിധേയനാണ്. എനിക്ക് സ്വയമായി വിധിക്കാനുള്ള അധികാരമില്ല. അപ്പൊ ഞാൻ മംലൂക്കാണ്, ഞാൻ മഹ്കൂമാണ്, അവൻ ഹാക്കിമാണെങ്കിൽ. ഈ 40 വർഷത്തോളം അതിലുപരിയായി നടക്കുന്ന ഈ മജ്‌ലിസ് കൊണ്ടുള്ള ഒരു ഉദാഹരണം ഞാനൊരു ചെറിയൊരു സംഭവം ഓർക്കുകയാണ്. 2 മാസം മുമ്പ് ഈ വിവാഹിപ്പാണെന്ന് തോന്നുന്നു ഒരു സഹോദരൻ, ഡോക്ടറോ മറ്റാണ്, അദ്ദേഹം ഈ മജ്‌ലിസിൽ വരികയുണ്ടായി. അപ്പോ അന്ന് സ്വലാത്തിന്റെ ദിവസമാണ്, തിങ്കളാഴ്ച. ആ സ്വലാത്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് 11 മണിയായി. അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഭക്ഷണം കഴിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു അല്പസമയം എല്ലാവരും വെയിറ്റ് ചെയ്യണം. അതൊരു ചെറിയ പൊതുവെടുപ്പ് ഉണ്ടാവും. അത് മഴയൊക്കെ വരുന്നു, വീട്ടിൽ പോകാമെന്നൊക്കെ എല്ലാവർക്കും അല്ല, ചിലർക്ക് ദൂരമുള്ളവർക്കൊക്കെ അങ്ങനെയൊന്നുമില്ല, ഉറങ്ങാം. പക്ഷെ അത് ഉന്നമിടുന്നത് എത്ര ഉന്നതമായ കാര്യങ്ങളാണ്. ആ ഞാൻ പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ദർസിൽ ഹിഫ്ള് പഠിക്കുകയാണ്. ഈ കുട്ടി നീന്താൻ പോയതാണ് കൂട്ടുകാരോടൊപ്പം. കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണു അവൻ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടപ്പോൾ ഒരു ചെറിയ പ്രായം കുറഞ്ഞൊരു കുട്ടി മരണപ്പെടുന്ന ഒരാൾക്ക്, ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടാകുന്ന മാനസികമായ ആഘാതം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലാഹു തആല അവർക്ക് ശാന്തി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഒരു 10-15 മിനിറ്റുള്ള ഉസ്താദ് വരുന്നത്. ഉസ്താദ് ഒരു ഉപദേശം നൽകി. ആ ഉപദേശത്തിൽ ഈ കുട്ടിയുമായി വന്ന ഉപ്പയ്ക്ക്, അയാളൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാവും, ആ ഉമ്മയ്ക്കും എന്തുമാത്രം ബന്ധം എന്നു മുതലാണ് തുടങ്ങിയത്? നമ്മുടെ മശായിഖുമാർ പറയുന്ന ഒരു കാര്യമാണ്, എപ്പോൾ മുതലാണ് ആരംഭിച്ചത്? ഒരു ഗർഭസ്ഥ ശിശുവായിരുന്നത് മുതൽ വേണമെങ്കിൽ പറയാം, പക്ഷെ അതുപോലും അത്ര പ്രസക്തമല്ല. പ്രസവിക്കപ്പെട്ടത് മുതലാണ് അവരൊരു കണക്ഷനൊക്കെ ആയി തുടങ്ങുന്നത്. മറ്റത് ഗർഭിണിയായ അവസ്ഥയിൽ അവർ സഹിച്ച നൊമ്പരങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അവരെ ബന്ധപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഈ പ്രസവം കഴിഞ്ഞത് മുതൽ ഈ കുട്ടിയോടുള്ള ബന്ധം, എന്നാൽ ഈ കുഞ്ഞിനോട് അള്ളാഹുവിന് എന്ന് മുതലുള്ള ബന്ധമാണ്, എപ്പോൾ മുതലുള്ള ബന്ധമാണ്, എങ്ങനെയുള്ള ബന്ധമാണ്? ഇതെല്ലാം ഒരു 15-20 മിനിറ്റ് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ വലിയ മനസ്സമാധാനത്തോടുകൂടി ഇവിടെ നിന്ന് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, 2 മജ്‌ലിസുകളിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാമല്ലോ, ഒരാൾക്കൊരു ദുരന്തം സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദിക്ർ, സ്വലാത്ത് മജ്‌ലിസുകൾ ഇയാളെ ഒന്നുകൂടി ആശങ്കയിലും പ്രയാസത്തിലും വീഴ്ത്തും. ഇയാളെ നൊമ്പരങ്ങളൊക്കെ എടുത്തെടുത്ത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാന്നൊക്കെ ഒരു ആലിമിന്റെ സദസ്സിലുള്ള ഒരാളുടെ ഒരു ദുആ കേൾക്കുന്തോറും ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അഗാധമായ വിഷമത്തിൽ, പ്രയാസത്തിൽ വീണുകൊണ്ടേയിരിക്കുക എന്നതാണ് സ്വാഭാവികം. പക്ഷേ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹാന്മാർ അവർ അത്തരം ഒരു ബന്ധത്തിനുപരി ഈ സൃഷ്ടിയും സൃഷ്ടാവായ അള്ളാഹും തമ്മിലുള്ള ബന്ധം അതെന്താണ് എന്ന് ഉണർത്തിക്കൊടുത്തുകൊണ്ട്, ഇങ്ങനെ സംഭവിക്കുമ്പോൾ നാം എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു വചനമുണ്ടല്ലോ, അഥവാ വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ
വനഖ്സുൻ മിനൽ അംവാലി വൽ അൻഫുസി വദ്ദമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. പല വിധങ്ങളിലുള്ള പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഇതെല്ലാം കടന്നു പോകുന്ന ആളുകളോട്, സാമ്പത്തികമാവാം, ശാരീരികമാവാം, മറ്റു രീതിയിലുള്ളതാവാം, ഈ പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരോട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, വബശ്ശിരി സ്വാബിരീൻ, ഈ ക്ഷമാലുക്കളോട് സദ്വാർത്ത അറിയിക്കണം, സന്തോഷവാർത്ത അറിയിക്കും നബിയെ. ആരാണ് ഈ ക്ഷമാലുക്കൾ? അവർക്കൊരു മുസീബത്ത് വന്നാൽ അവർ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് വളരെ സങ്കടം തോന്നുന്ന ഒരു വാക്കാണ്. പള്ളിയിൽ വെയിറ്റ് കൂട്ടിയിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുമ്പോൾ വളരെ ശോകത്തോടുകൂടി, വല്ലാത്ത വേദനയോടുകൂടി എന്തോ മഹാദുരന്തം സംഭവിച്ചതുപോലെ. ശരിയാണ്, ഇതെല്ലാം വിപത്തുകൾ തന്നെയാണ്, പ്രയാസങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരും അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരുമാണ് എന്ന ഈ വാക്കിന്റെ പൊരുളെന്താണ്? ഞങ്ങൾക്ക് സ്വയം അധികാരമില്ല, ഞങ്ങളുടെ മക്കളുടെ മേലും ഞങ്ങൾക്ക് എന്തില്ല, ഒരധികാരമില്ല. ഞങ്ങൾ അല്ലാഹുവിന്റെ മംലൂക്കാണ്, ഞങ്ങളുടെ മക്കളും അല്ലാഹുവിന്റെ മംലൂക്കാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം തന്നെ അല്ലാഹുവേ നിന്റേതാണ്, ഞങ്ങൾക്കൊരു അധികാരവും അതിന്റെ മേലില്ല എന്ന ഒരു സമ്മത പ്രഖ്യാപനമാണ് ഒരു മനുഷ്യൻ അവിടെ ചെയ്യുന്നത്. ഒരു മുസ്ലിം ചെയ്യേണ്ടതാണിത്. ഒരു മുരീദ് അതാണ് ചെയ്യുമ്പോൾ അവനവന്റെ ഷെയ്ഖിൽ നിന്നും ഈ പരമമായ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹദീസിലെല്ലാം ധാരാളം സംഭവങ്ങൾ സമാനമായ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ്, ഇത്തരം മജ്‌ലിസുകളിലൂടെ നമ്മുടെ മശായിഖുമാർ, നമ്മുടെ ഉസ്താദുമാർ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അല്ലാഹുവിനെ പരിചയപ്പെടുത്തലാണ്, റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടമസ്ഥനായ നാഥൻ ആരാണ്? സംരക്ഷകനായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് സകലമായ സൃഷ്ടികളോടും വർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായി? അല്ലാഹുവിന്റെ തീരുമാനങ്ങളിൽ ഒരു അക്ഷമ, പരിധിവിട്ട ഒരു പൊരുതികേട് അവിടെ വരുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപുത്രൻ മരിച്ചപ്പോ അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീണപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹു റസൂലേ അവിടുന്ന് കരയുന്നുവോ? ഇത് എന്താണ്? ആ ദുഃഖത്തിന്റെ അടയാളം മാത്രമാണ്. നമ്മൾ മഹ്സൂനാണ്, ദുഃഖിതരാണ്. പക്ഷെ അല്ലാഹുവിന്റെ രീതിയിൽ നമ്മൾ എന്തല്ല, അതൃപ്തിയുള്ളവരല്ല, സംതൃപ്തിയുള്ളവരാണ്. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അല്ലാഹു റബ്ബാണ്. അവന്റെ തർബിയത്തിന്റെ, അവന്റെ പരിശീലനത്തിന്റെ, ആ പരിപാലനത്തിന്റെ പാഠഭേദങ്ങൾ വിവിധം വ്യത്യസ്തമായി വരുമെന്ന് അല്ലാഹു തആല അവന്റെ ഹബീബിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, അങ്ങനെ നീണ്ട 40 വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സുമായി ബന്ധപ്പെട്ടവർക്ക് 100 അനുഭവങ്ങൾ. അതിൽ ചിലത് നമുക്ക് വല്ലാത്ത വിസ്മയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അഥവാ ഈ ലോകത്തിൽ നിന്ന് സ്വന്തം ജീവൻ വെടിഞ്ഞുകൊണ്ട്, സ്വയം ഹത്യ ചെയ്തുകൊണ്ട്, തങ്ങളുടെ മക്കളുടെ, തന്റെ ഭാര്യയുടെ എല്ലാം ജീവൻ ഇല്ലാതാക്കിക്കൊണ്ട്, ഒരൽപ്പം വിഷം കഴിച്ചുകൊണ്ട് ജീവാഹൂതി ചെയ്യാൻ ശ്രമിച്ച ആളുകൾക്കെല്ലാം അള്ളാഹുവിന്റെ ദാനവും സമ്മാനവുമായ ഹയാത്തിന്റെ വില പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, അനുസരണയിലായി ജീവിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് പ്രേരകമായ പരിശുദ്ധമായ മജ്‌ലിസാണ്. ഇങ്ങനത്തെ മജ്‌ലിസുകൾ നമ്മുടെ മശായിഖുമാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ നേട്ടം ചെറുതൊന്നുമല്ല, വളരെ വലിയ നേട്ടമാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഒരു മജ്‌ലിസിന്റെ 40 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ മഹത്തായ മജ്‌ലിസിൽ ശൈഖുനായുടെ സാന്നിധ്യത്തിൽ, നമ്മുടെ മശായിഖുമാരായ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ നമുക്കൂടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖാണ്. നമ്മെ അള്ളാഹുവുമായി അടുപ്പിക്കുന്ന, റബ്ബ് ആരാണ് എന്ന് തിരിച്ചറിയിക്കുന്ന, അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ഉസ്താദ്, റിഫായി ഷാ സുഹൂരി മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജാമിഅ റിഫായിയ ആരിഫിയ എന്ന ഈ സ്ഥാപനത്തിലെ 100 കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാമിയയിലും ഹിഫ്ദുൽ ഖുർആനിലുമായി.